നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 14 ഡേയ്സ് ചലഞ്ചാണ്. സ്കിൻ ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ തന്നെ സ്കിൻ ക്ലിയർ ആവുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു 14 ദിവസത്തെ ചലഞ്ചാട്ടോ. നല്ല സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റൻ ലുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്ന വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പറയാനായിട്ട് പോകുന്നത്. പലരും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പല മെത്തേഡുകളും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് ഗുണത്തിനെക്കാട്ടിലും ദോഷം കിട്ടാറുണ്ട്. നല്ല ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടാൻ ചിലപ്പോൾ സാധിക്കത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മങ്ങി പോകാറുണ്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ മുഖത്തെ കരിവാളിപ്പും കറുപ്പും ഒക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു ഈവൻ സ്കിൻ ടോൺ കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്യാനും സാധിക്കും. ഇതിന് 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ബ്രൈറ്റ്നസ് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും സ്കിന്ന് ഫെയ്ഡാവും, കരിവാളിപ്പ് വരാനും ഒക്കെ ആയിട്ട് കാരണമുണ്ട്. നല്ല പോലെ കെയർ ചെയ്യേണ്ടത് ഒന്നാണ്. പിന്നീട് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതുമാണ്. ഇതൊരു 14 ദിവസം കൊണ്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന, ഒരു ഗ്ലോയിങ് സ്കിൻ തരാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഇതിൽ നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. 2 ഫേസ് പാക്കുകൾ ഞാനിവിടെ പറയുന്നത്. ഇത് രണ്ടും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതിന് നമുക്ക് വേണ്ടത്, ആദ്യമായിട്ട് വേണ്ടത് മഞ്ചിഷ്ട പൗഡറാണ്. മഞ്ചിഷ്ട എന്ന് പറഞ്ഞാൽ മൺചട്ടി പൗഡറല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് പല അങ്ങാടിക്കടയിലും ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ് മഞ്ചിഷ്ട പൗഡർ. വളരെ ഇഫക്റ്റീവാണ്. അത് നമ്മുടെ ഒരു മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും സൺ ടാൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖത്തിന് ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കി മാറ്റാനായിട്ടും ഈ മഞ്ചിഷ്ട പൗഡർ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വേണം, മഞ്ചിഷ്ട പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് ലിക്കോറൈസ് പൗഡറാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൊടി. ഇതെന്ന് പറയുന്നത് വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി എന്ന് പറയുന്നത് നിങ്ങൾ പല ക്രീമുകൾ നമ്മളെടുത്ത് നോക്കുകയാണ്, സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീമുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ ഈ ലിക്കോറൈസ് എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ടാകും. അത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആണ്. അതായത് സ്കിന്നിലുണ്ടാകുന്ന വ്രിങ്കിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഏജിങ്ങിൻ്റെ സൈൻസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ സൺ ടാൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്കിൻ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടും ലിക്കോറൈസ് പൗഡർ സഹായിക്കുന്നതാണ്. ഈ മഞ്ചിഷ്ട പൗഡറും ലിക്കോറൈസ് പൗഡറും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നീട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കടലമാവിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ അത് പറ്റില്ലാത്തവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കടലമാവിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് തന്നെ ഉപയോഗിക്കുക. കടലമാവ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കടലമാവ് എന്ന് പറയുന്നത്. കടലമാവ് നമ്മൾ മുഖത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് ബ്രൈറ്റൻ ആവും, പെട്ടെന്ന് ബ്രൈറ്റൻ ആവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കടലമാവ് വെറും ഒരു വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് മുഖത്തിട്ടാലും മതി. എല്ലാ ദിവസവും നമ്മൾ അതിനെ ഒരു ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യണം. വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കടലമാവ് യൂസ് ചെയ്യാം. കടലമാവ് സാധാരണ വെള്ളത്തിൽ നമുക്കത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് ജസ്റ്റ് സർക്കുലർ മോഷനിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയുകയാണെങ്കിൽ അപ്പം തന്നെ സൺടാനെല്ലാം മാറി സ്കിന്ന് നല്ല ഗ്ലോ ആയി ക്ലിയർ ആയി അഴുക്കെല്ലാം മാറി നല്ല രീതിയിൽ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കടലമാവ് നമുക്ക് ഇതിൻ്റെ കൂടെ മൂന്നാമതായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 3 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ലിക്കോറൈസ് പൗഡറും മഞ്ചിഷ്ട പൗഡറും അതുപോലെ തന്നെ കടലമാവ്. ഈ 3 കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ 3ഉം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുഖത്തിന് എന്തുമാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അത്രയും നമ്മൾ ഫേസിലും നെക്കിലും ഇടാനായിട്ട് എത്ര വേണോ അത്രമാത്രം നമുക്ക് എടുക്കാം. എല്ലാം ഈക്വലി എടുക്കാവുന്നതാണ്. ഓരോ സ്പൂൺ വെച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്കിപ്പം തൈര് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തൈര് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തൈരിൻ്റെ കൂടെ തന്നെ തൈര് ഇനി പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൈരിന് പകരം ക്യാരറ്റ് നല്ലതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ആ ക്യാരറ്റ് അരച്ചതിൻ്റെ ജ്യൂസ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. തൈര് പറ്റാത്തവർക്ക് ക്യാരറ്റ് അരച്ചതിൻ്റെ ജ്യൂസ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. തൈര് പറ്റുന്നവർക്കാണെങ്കിൽ തൈര് പ്ലസ് ക്യാരറ്റ് ജ്യൂസും ആഡ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. തൈരിലും അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസും കൂടെ ചേർത്ത് തന്നെ ഈ മഞ്ചിഷ്ടയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ള ലിക്വറൈസ് പൗഡറും അതുപോലെ കടലമാവും എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തൈര് പറ്റാത്തവർക്ക് ക്യാരറ്റ് ജ്യൂസ് മാത്രം, തൈരും ക്യാരറ്റ് ജ്യൂസും യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് എല്ലാം കൂടെ ചേർത്ത് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു നല്ലതുപോലെ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നത് വരെ ഡ്രൈ ആവണമെന്നില്ല. അത് നമുക്കറിയാൻ പറ്റുമല്ലോ, ഡ്രൈ ആയി തോന്നുന്നൊരു സമയം. അത്രയും ഒരു 15 to 20 മിനിറ്റ്സ് മാത്രം മുഖത്ത് വെച്ചേക്കാം. മുഖത്ത് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ മുഖം നല്ലതുപോലെ നനച്ചതിന് ശേഷം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കഴുകി കളയാവുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 14 ഡേയ്സ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കുന്നതാണ്. 14 ഡേയ്സ് ആകുമ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നല്ലൊരു മാറ്റം വരും. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഈ ക്രീം ഈ പാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വൈകുന്നേരം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സാധാരണ മുഖം കഴുകിയിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മോയ്സ്ചറൈസറും ഇല്ല എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മോയ്സ്ചറൈസറായിട്ട്. അല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ മുഖം ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇത് സഹായിക്കത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ കരിവാളിപ്പെല്ലാം മാറിയിട്ടുണ്ടാവും. നല്ലൊരു ക്ലിയർ സ്കിന്ന് വരുന്നുണ്ടാവും. നല്ലൊരു ബ്രൈറ്റനിങ് ലുക്ക് നമുക്കിത് ചെയ്തതിന് ശേഷം കിട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകണം. നമ്മൾ ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന സ്കിന്നാണ്. അതുപോലെ തന്നെ നമുക്കൊരു വൈറ്റനിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് സ്കിന്നിന്. നല്ലപോലെ തന്നെ ആ പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അത് നമുക്ക് തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളിപ്പോൾ ഇന്ന് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിനകത്തിരിക്കുന്നവരാവട്ടെ വീട്ടിന് പുറത്ത് പോകുന്നവരാവട്ടെ ആരും ആയിക്കൊള്ളട്ടെ അത് നല്ല രീതിയിൽ 30+ ഉള്ള, അതായത് നല്ലൊരു സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ കിട്ടിയ ഗ്ലോ നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പിഗ്മെൻറ്റേഷൻ വരാതിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും വരാതെ ക്ലിയർ ആയിട്ട് ഈ ഗ്ലോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടും. കുറച്ച് നേരം കഴിയുമെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിനകത്തായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്, പുറത്തോട്ട് ഇറങ്ങിയിട്ട് പോലും കാണത്തില്ല. പലരും പറയുമോ എല്ലാം പോയി, ഇട്ട സമയത്ത് നല്ല ഗ്ലോ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അതൊന്നും കണ്ടില്ല, അപ്പം തന്നെ അത് പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ അകത്തായാലും പുറത്തായാലും ഒക്കെ നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. നല്ലൊരു ഫിസിക്കൽ സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. ഇത് നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവുകയും നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഈ മാസ്ക് അല്ലെങ്കിൽ ഈ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഈ സ്കിൻ കെയറും കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടും ഈ ഒരു നിറം നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ടും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് എഫക്റ്റ് കിട്ടാനായിട്ടും സഹായിക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഈ ഒരു മാസ്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 14 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. ഇവിടെ കറുത്ത പാടുകൾ ഇവിടെ വന്നിരിക്കുന്നത് കുരു വന്നിട്ട് പൊട്ടിയിട്ട് അത് സ്കാറായിട്ടിരിക്കുന്നത് അതെല്ലാം മാറാനായിട്ട് സാധിക്കും. അൺഈവൻ സ്കിൻ ടോൺ പല സൈഡിലും പലതായിരിക്കും. ചിലപ്പോൾ ഇവിടെ കുറച്ച് കറുപ്പ്, ഇവിടെ കറുപ്പ്, അല്ലെങ്കിൽ ഇവിടെ മാത്രം 2 സൈഡിൽ കറുപ്പ്, അത് പല ടോൺ ആയിരിക്കും പല സ്കിന്നിൻ്റെ ഏരിയയിൽ ഉണ്ടാവുക. അത് മാറാനായിട്ട് സഹായിക്കും. കഴുത്തിൻ്റെ ഭാഗത്തുള്ള കറുപ്പും എല്ലാം മാറാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് കൈയുടെ ഭാഗത്ത് ടാൻ ഉണ്ടെങ്കിൽ കയ്യിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെയാണോ ടാൻ ഉള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് വിസിബിളായിട്ട് റിസൾട്ട് കിട്ടുന്ന നല്ല ഒരു ഫേസ് പാക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കുക. 14 ഡേയ്സ് കൊണ്ട് തന്നെ വിസിബിൾ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിൻ കെയറും ചെയ്യേണ്ടതാണ്. എങ്കിൽ പിന്നെ നല്ല രീതിയിലൊരു മാറ്റം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.